കഥയാരംഭിക്കുന്നത് ഹച്ച് മാൻസൽ എന്നു പേരുള്ള യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്നൊരു ഇന്ററോഗേഷൻ റൂമിനകത്ത് 2 FBI ഏജന്റുകളാൽ ചോദ്യപ്പെട്ടുകൊണ്ട് അയാൾ ഇരിക്കുകയായിരുന്നു. ഹച്ച് മാൻസലിന്റെ ഐഡന്റിറ്റിയെപ്പറ്റി അവർ ചോദിക്കാൻ തുടങ്ങി. വളരെ കാമായിക്കൊണ്ട് ഹച്ച് മറുപടി പറഞ്ഞത് താൻ നോബഡിയാണെന്നായിരുന്നു. കഥ അവിടെ നിന്നും കുറച്ചു നാളുകൾക്ക് മുമ്പിലേക്ക് പോകുന്നു. ഹച്ച് ഒരു സാധാരണ കുടുംബസ്ഥനായി ഓഫീസ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭാര്യ ബെക്കയുമായി ഹച്ച് അത്ര അടുപ്പത്തിലല്ല. അവർക്കിടയിൽ ഇമോഷണലി ഒരു അകൽച്ചയുണ്ട്. ഹച്ചിന് ടീനേജ് പ്രായത്തിലുള്ള ബ്ലേക്ക് എന്ന മകനും അബ്ബി എന്ന ചെറിയൊരു മകളുമുണ്ട്. തന്റെ അമ്മായപ്പൻ എഡ്ഡിയുടെ മെറ്റൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലായിരുന്നു ഹച്ച് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ആ ജോലി ഹച്ചിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുടുംബത്തിനു വേണ്ടി ഹച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ദിവസമാണ് ഒക്കെ മാറിമറിയുന്നത്. മാസ്ക് വെച്ച 2 കള്ളന്മാർ മോഷണത്തിനായി ഹച്ചിന്റെ വീട്ടിൽ കടന്നു കയറി ഹച്ചിനെയും കുടുംബത്തെയും വിരട്ടാനും ആരംഭിച്ചു. അവർ ഹച്ചിനെതിരെ തോക്ക് ചൂണ്ടിയിരുന്നു. പക്ഷേ ഹച്ച് പോലീസിനെ വിളിച്ചില്ല. അവർക്കെതിരെ ഫൈറ്റ് ചെയ്തില്ല. മോഷണത്തിന് അവരെ അനുവദിച്ചു. ഇതിനിടയിൽ ഹച്ചിന്റെ മകൻ ബ്ലേക്ക് ഒരു മോഷ്ടാവിനെ ചാടി വീണ് പിടികൂടിയിരുന്നു. പക്ഷേ ഹച്ച് ആ മോഷ്ടാക്കളെ വിട്ടേക്കാൻ ബ്ലേക്കിനോട് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഒരു മോഷ്ടാവ് ബ്ലേക്കിനെ ഒന്ന് ഇടിക്കുക വരെ ചെയ്തിരുന്നു. ഹച്ച് പക്ഷേ ഒന്നും തന്നെ ചെയ്തില്ല. അന്നത്തെ ആ സംഭവം ഹച്ചിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ഹച്ച് പ്രതീക്ഷിച്ചിരുന്നതേയല്ല. ഫാമിലി അന്നു മുതൽ ഹച്ചിനെ ഒരു കഴിവില്ലാത്തവനായി, ഫൈറ്റ് ചെയ്യാൻ പേടിയുള്ളവനായി ഒക്കെ കാണാൻ തുടങ്ങി. അയാളിൽ നിന്ന് ഒരു അകലം പാലിക്കാനും ആരംഭിച്ചു. ബെക്കും മക്കൾക്കും എന്തുകൊണ്ടാണ് ഹച്ച് തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് എന്നുപോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ സംഭവം നെയ്ബർഹുഡ് വഴി ഹച്ചിന്റെ വർക്ക് പ്ലേസിലേക്ക് വരെ എത്തിച്ചേർന്നിരുന്നു. കുടുംബത്തെ വരെ സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ വീക്കറായ ഒരു മനുഷ്യനാണ് ഹച്ച് എന്നേവരും വിലയിരുത്തി. ഹച്ചിന്റെ ബ്രദർ ഇൻ ലോ ചാർലിക്ക് ഹച്ചിന്റെ ഈ പ്രവൃത്തി വലിയ കുറച്ചിലായി തോന്നിയിരുന്നു. ഫാമിലിയെ സംരക്ഷിക്കാൻ ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഹച്ചിനൊരു തോക്ക് തന്നെ കൊണ്ടുകൊടുക്കാൻ അയാൾ ശ്രമിച്ചു. ഹച്ച് പക്ഷെ കാര്യമായി തിരികെയൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നാലെയായിരുന്നു തന്റെ ഫാദർ ഇൻ ലോയുടെ കമ്പനി മുഴുവനായി വാങ്ങുവാൻ ഹച്ച് പ്ലാൻ ചെയ്തത്. ഒരു ഓഫറും ഹച്ച് മുമ്പിലേക്ക് വെച്ചെങ്കിലും എഡ്ഡി അതിന് സമ്മതിച്ചില്ല. ഹച്ചിന്റെ ഓഫർ പറ്റിയില്ല, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ഓഫർ വേണം എന്നായിരുന്നു എഡ്ഡി പറഞ്ഞത്. എല്ലാം കൊണ്ടും ഹച്ചിനാകെ വയ്യാതാവുന്നുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഫ്രസ്ട്രേഷൻ. ഹച്ച് പിന്നാലെ തന്റെ അഡോപ്റ്റഡ് ബ്രദറായ ഹാരിയെ കോൾ ചെയ്തു. ഹാരിയോട് സംസാരിക്കാൻ തുടങ്ങി. നടന്ന കാര്യങ്ങൾ ഹാരിയോട് അറിയിച്ചു. എന്തുകൊണ്ടാണ് വീട്ടിൽ മോഷ്ടാക്കളെത്തി ആക്രമണം നടത്തിയപ്പോ തിരികെയൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഹാരി ഹച്ചിനോട് ചോദിച്ചു. ഹച്ച് പറഞ്ഞു, അവരങ്ങനെ സ്ഥിരം മോഷ്ടാക്കളോ കുറ്റവാളികളോ ആണെന്ന് തോന്നുന്നില്ല. അവരാകെ മോഷ്ടിച്ചത് കുറച്ച് പണം മാത്രമായിരുന്നു. പിന്നെ അവർ വന്നപ്പോ അവരുടെ തോക്ക് പോലും ലോഡഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അവരെന്തോ പണത്തിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്ന 2 പേരാണെന്നാണ്. അതുകൊണ്ടായിരുന്നു താൻ അവരൊന്നും ചെയ്യാതിരുന്നതും. മാത്രമല്ല അവര് വീട്ടിലും വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. ഹാരിയോട് അന്നൊക്കെ പറഞ്ഞപ്പോ ഹച്ചിന് കുറച്ച് ആശ്വാസം തോന്നി. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞപ്പോ തന്റെ ഫാദർ വിശ്രമ ജീവിതം നയിക്കുന്ന നഴ്സിംഗ് ഹോമിലേക്ക് ഹച്ച് പോയിരുന്നു. അവിടെത്തി അദ്ദേഹം തന്റെ അച്ഛനെ കണ്ടു. ഡേവിഡ് എന്നായിരുന്നു അച്ഛന്റെ പേര്. അവിടെ നിന്നും വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോ പുറമേ നിന്ന് ഹച്ച് കുറച്ചുനേരം തന്റെ ഫാമിലിയെ നോക്കിക്കണ്ടിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന അവൻ അവരെ ഗ്രീറ്റ് ചെയ്തു. പക്ഷെ ആരും അവനെ കാര്യമായി പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ തണുപ്പം മട്ടിലുള്ള പ്രതികരണവും തന്നോടുള്ള ഇടപെടലുകളുമൊക്കെ ഹച്ചിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ബെക്കയും ബ്ലേക്കും മോഷ്ടാക്കളുടെ കാര്യം ഹച്ച് കൈകാര്യം ചെയ്ത രീതിയിൽ ഹച്ചിനോട് അതൃപ്തിയിലായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞാണ് അബ്ബി പറയുന്നത് തന്റെ ബ്രേസ്ലെറ്റ് കാണാനില്ലെന്ന്. ഒരുപക്ഷെ ആ മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയതായിരിക്കും എന്നും അബ്ബി പറയുന്നുണ്ടായിരുന്നു. ഹച്ചിനും അത് കേട്ടതും വല്ലായ്മ തോന്നി. മകൾക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് ആണത്. ഒന്നും മിണ്ടാതെ ഹച്ച് തിരികെ തന്റെ അച്ഛന്റെ നഴ്സിംഗ് ഹോമിലേക്ക് പോയി. അവിടെ നിന്നും അച്ഛന്റെ പഴയ ഗണ്ണെടുത്തു. മോഷ്ടാക്കൾ വന്നപ്പോ മോഷ്ടാക്കളുടെ കയ്യിൽ ഒരു ടാറ്റു ഹച്ച് നോട്ടീസ് ചെയ്തിരുന്നു. അത് വെച്ച് മോഷ്ടാക്കളെ അന്വേഷിക്കാൻ ഹച്ച് തീരുമാനിച്ചു. അടുത്തുള്ള ലോക്കൽ ടാറ്റു പാർലറിൽ പോയിട്ടായിരുന്നു ഹച്ച് അന്വേഷണം ആരംഭിച്ചത്. ആദ്യം ഹച്ച് അകത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോ സ്റ്റാഫുകളൊന്നും ഹച്ചിനെ സീരിയസ് ആയി എടുത്തിരുന്നില്ല. പക്ഷെ പിന്നാലെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഹച്ചിനെ തിരിച്ചറിഞ്ഞു. ഹച്ചിനോട് മുമ്പത്തെ എന്തോ കാര്യത്തിന് ഭയഭക്തിയോടെ അയാൾ നന്ദി പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാവമാറ്റം മറ്റുള്ളവരെയും സ്വാധീനിച്ചു. ഹച്ചിനെ വലിയ റെസ്പെക്റ്റോടെ എല്ലാവരും നോക്കിക്കാണാൻ തുടങ്ങി. പിന്നാലെ മോഷ്ടാക്കളെ പറ്റിയുള്ള വിവരവും ഹച്ചിന് ലഭിക്കുകയാണ്. ഒടുവിൽ മോഷ്ടാക്കളുടെ അഡ്രസ് കണ്ടെത്തി ഹച്ച് ആ വീട്ടിലേക്ക് എത്തി. ഒരു യുവാവും യുവതിയുമായിരുന്നു അത്. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന ഹച്ച് അതിലെ ആണിനെ മർദ്ദിച്ച ശേഷം തന്റെ മകളുടെ ബ്രേസ്ലെറ്റ് തിരികെ തരാൻ ആവശ്യപ്പെട്ടു. തങ്ങൾ ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ടേയില്ല എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഹച്ച് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഹച്ച് അങ്ങോട്ടേക്ക് ചെന്നു നോക്കി. രോഗാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ ഹച്ച് അവിടെ നോക്കിക്കാണുന്നുണ്ട്. ആ കപ്പിൾസ് കുഞ്ഞിന്റെ മെഡിക്കൽ ചെലവുകൾക്ക് വേണ്ടിയാണ് ആ മോഷണം നടത്തിയത് എന്ന് ഹച്ചിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെ തല്ലിയ കാര്യമൊക്കെ ഓർത്തപ്പോ ഹച്ചിന് തന്നെ കുറ്റബോധം തോന്നി. പിന്നെ അവിടെ നിൽക്കാതെ ഹച്ച് ദേഷ്യത്തിലും സങ്കടത്തിലും നേരെ പുറത്തേക്ക് പോരുകയാണ്. പോകുന്ന വഴിയിൽ തന്റെ ദേഷ്യം കൊണ്ട് ഹച്ച് മതിലൊക്കെ ഇട്ടിടിക്കുന്നുണ്ടായിരുന്നു. തിരികെ പോകുവാൻ
ഹച്ച് ഒരു ബസ്സിൽ കയറി. ആ ബസ്സിലാകട്ടെ ഒരു സംഘം ഗാങ്സ്റ്റേഴ്സ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ഹച്ചിനത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. ഹച്ച് ബസ് ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. പിന്നാലെ ആ ഗാങ്സ്റ്റേഴ്സിനെ ഹച്ച് കൈകാര്യം ചെയ്യുകയാണ്. ശക്തമായൊരു ഫൈറ്റ് തന്നെ നടന്നിരുന്നു. അന്ന് ഹച്ച് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോ ശരീരത്തിൽ മർദ്ദനമേറ്റ ചതവുപാടുകളും ചോരപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ബെക്ക അത് നോക്കിക്കണ്ടു. ബെക്കയായിരുന്നു ഹച്ചിനെ അന്ന് ട്രീറ്റ് ചെയ്തതും. ഹച്ചന്ന് ഉറങ്ങിപ്പോകുന്നവരെ ബെക്ക ഹച്ചിന്റെ കൂടെ നിന്നിരുന്നു. താൻ എത്രത്തോളം ഫാമിലിയിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് എന്ന് ഹച്ച് മനസ്സിലാക്കുന്നതൊക്കെ അന്നാണ്. വീണ്ടും അവരുമായി റീകണക്ട് ചെയ്യാനും സന്തോഷത്തോടെ ജീവിക്കാനും ഹച്ച് ആഗ്രഹിച്ചു. അതിനുവേണ്ട ശ്രമങ്ങളും ഹച്ച് നടത്താൻ തുടങ്ങി. ഇതേസമയം മറ്റൊരിടത്ത് യൂലിയൻ ഗൂസിനെറ്റ്സോവ് എന്നു പേരുള്ള ഒരു റഷ്യൻ മാഫിയ ബോസിനെ നമ്മൾ പരിചയപ്പെടുന്നു. യൂലിയൻ വളരെ പവർഫുള്ളായ വ്യക്തിയാണ്. മറ്റു മാഫിയ സംഘങ്ങൾ വരെ തങ്ങളുടെ കള്ളപ്പണം ഗവൺമെന്റിന്റെ അടുത്ത് പെടാതിരിക്കാൻ വിശ്വസിച്ചേൽപ്പിക്കുന്നത് യൂലിയന്റെ അടുത്തായിരുന്നു. പക്ഷേ യൂലിയന്റെ കീഴ് ജീവനക്കാരായ പലരും യൂലിയനുമായി ബിസിനസ് ചെയ്യുന്ന പല മാഫിയ സംഘങ്ങളും ഇത്രയും പണമൊക്കെ സൂക്ഷിക്കാനുള്ള യൂലിയന്റെ എബിലിറ്റിയിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തന്റെ ക്രൂരതയും കണ്ണീച്ചോരയില്ലായ്മയും പ്രകടമാക്കുവാൻ ആ പാർട്ടിയിൽ നിന്ന് ഒരു പരിചയവുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ യൂലിയൻ പിടികൂടി. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു കാരണവുമില്ലാതെ അയാളെ ക്രൂരമായി കൊന്നുകളഞ്ഞു. യൂലിയന്റെ ആ പ്രവൃത്തി തന്റെ അധികാരം സ്ഥാപിക്കാനും താൻ എത്രത്തോളം മോശമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയായിരുന്നു. പിന്നാലെയാണ് യൂലിയൻ ആ ഫോൺ കോൾ എത്തുന്നത്. യൂലിയന്റെ സഹോദരൻ ടെഡ്ഡി ആരാലോ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കോമയിൽ ആശുപത്രിയിലാണെന്ന കാര്യം. ടെഡ്ഡിയെ മർദ്ദിച്ചതാകട്ടെ ബസ്സിൽ വെച്ച് ഹച്ചായിരുന്നു. ദേഷ്യം കൊണ്ട് വിറച്ച യൂലിയൻ തന്റെ ആളുകളുടെയൊപ്പം ആശുപത്രിയിലെത്തി. ആരാണ് ടെഡ്ഡിയെ തല്ലിയത് എന്ന കാര്യം അന്വേഷിക്കാൻ ആരംഭിച്ചു. ടെഡ്ഡിയുടെ കൂടെയുണ്ടായിരുന്ന ആർക്കും അതിനെപ്പറ്റി സാരമായ അറിവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ടെഡ്ഡിയുടെ ആളുകളിൽ ഒരാളുടെ കയ്യിൽ കിട്ടിയിരുന്ന വീണുപോയ ഹച്ചിന്റെ മെട്രോ കാർഡ് അയാൾ ഉയർത്തി കാട്ടുന്നത്. അടുത്ത ദിവസം ഫാമിലിയുമായി ഇണങ്ങുന്ന കാര്യത്തിൽ ഹച്ച് പരിശ്രമിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ഫാമിലിയോടൊത്ത് ഹച്ച് നിൽക്കുമ്പോ സഹോദരൻ ഹാരിയുടെ കോൾ ഹച്ചിന് വന്നു. തലേ ദിവസം നടന്ന ഫൈറ്റിനെ പറ്റി ഹാരി അറിഞ്ഞിരുന്നു. ഹച്ച് ഇടിച്ചത് ഒരു സാധാരണക്കാരനല്ല, മറിച്ച് റഷ്യൻ മാഫിയ ബോസായ യൂലിയന്റെ സഹോദരനെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, അയാൾ ഒരു ക്രൂരനായ മോശം വ്യക്തിയാണ് എന്ന് ഹാരി ഹച്ചിനെ വാൺ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബാർബറിനെ പോയി മീറ്റ് ചെയ്യാനും ഹാരി പറഞ്ഞു. ഹച്ചിനൊരു പഴയ കാലമുണ്ട്. ആ കാലത്ത് ഹച്ചിന്റെ ഹാൻഡ്ലറായിരുന്നു ബാർബർ. ബാർബറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഹച്ച് അറിയുകയാണ്. പക്ഷെ അവരൊക്കെ വാൺ ചെയ്തിട്ടും ഹച്ചിനൊരു ഭയം പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. വളരെ കാമായി തന്റെ എതിരെ എന്തു വന്നാലും നേരിടാൻ ഹച്ച് ഒരുങ്ങാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് യൂലിയനാകട്ടെ ഹച്ചിന്റെ ഐഡന്റിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ ഹച്ച് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ സ്വാധീനിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഹച്ചിനെ പറ്റിയുള്ള വിവരങ്ങൾ ചോർത്താൻ യൂലിയൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫീമെയിൽ ഇൻഫോർമന്റിന്റെ സഹായത്തോടെ ഹച്ചിനെ പറ്റിയുള്ള വിവരങ്ങൾ സമ്പാദിക്കാൻ യൂലിയൻ ശ്രമിച്ചുകൊണ്ടുമിരുന്നു. ആ ലേഡി അന്വേഷിച്ചപ്പോ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഹച്ചിന്റെ പാസ്റ്റ് വളരെ ക്രൂരമായ അപകടം പിടിച്ച ദൗത്യങ്ങളാൽ നിറഞ്ഞതായിരുന്നു. അതൊക്കെ കാണുന്നതും ഇൻഫോർമന്റായ ലേഡി വരെ ഭയന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഹച്ചിനെ പറ്റി വിവരങ്ങൾ കിട്ടിയതും യൂലിയൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. ഹച്ചിനെയും കുടുംബത്തെയും വകവരുത്താൻ തന്റെ ചീഫ് എൻഫോഴ്സറായ പോളിനെയും സംഘത്തെയും ഹച്ചിന്റെ ഇടത്തേക്ക് യൂലിയൻ പറഞ്ഞുവിട്ടു. വരാനിരിക്കുന്ന അപകടം ഹച്ച് മുൻകൂട്ടി കണ്ടിരുന്നു. തനിക്കെതിരെ ആക്രമണത്തിന് സംഘമെത്തുന്നു എന്ന് മനസ്സിലാക്കിയതും ഹച്ച് വീട്ടിലെ ബേസ്മെന്റിൽ ഒളി സങ്കേതത്തിൽ തന്റെ കുടുംബത്തെ ഒളിപ്പിച്ചു. പോലീസിനെ വിളിക്കരുത് എന്ന് പ്രത്യേകം അവരോടായി പറഞ്ഞു. യൂലിയന്റെ ആളുകൾ വൈകാതെ ഹച്ചന്റെ വീട്ടിലേക്ക് കടന്നു കയറുകയാണ്. അവർക്കെതിരെ ഹച്ച് ശക്തമായി പോരടിക്കാൻ തുടങ്ങി. തന്റെ പൂർണ്ണമായ സ്ട്രെങ്തും സ്കില്ലുകളും ഒക്കെയും ഹച്ച് അതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ യൂലിയന്റെ ഒരാളുടെ കയ്യിലുള്ള ഇലക്ട്രിക് ഡിവൈസിൽ നിന്ന് ഷോക്കേറ്റ് ഹച്ച് താഴെ വീണു. പിന്നാലെ ഹച്ചിനെ ബന്ദിയാക്കി കാറിന്റെ ഡിക്കിയിലിട്ട് അവർ ഹച്ചുമായി പോവാൻ ആരംഭിച്ചു. പക്ഷേ കാറിന്റെ ഡിക്കിയിൽ കിടക്കുമ്പോൾ തന്നെ ഹച്ചിന് ബോധം തെളിയുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു വസ്തു ഉപയോഗിച്ച് കയ്യിലെ വിലങ്ങ് ഹച്ച് അഴിച്ചെടുത്തു. പിന്നെ വൈകിയില്ല. തന്റെ സ്കില്ലുപയോഗിച്ച് തന്നെ കൊണ്ടുപോയിരുന്ന കാർ തന്നെ ഹച്ച് അപകടത്തിൽപ്പെടുത്തി. ആ അപകടത്തിൽ ബാക്കിയായ യൂലിയന്റെ ആളുകൾ മരണപ്പെട്ടിരുന്നു. കാറിനുള്ളിൽ അപകടം പ്രതീക്ഷിച്ച സുരക്ഷിതമായിരുന്ന ഹച്ച് സാരമായ പരിക്കുകളില്ലാതെ പുറത്തു വന്നു. വീട്ടിലേക്ക് തിരികെയെത്തിയ ഹച്ച് ബേസ്മെന്റിൽ ഒളിപ്പിച്ച് തന്റെ ഫാമിലിയെ പുറത്തു കൊണ്ടുവന്നു. പുറത്തിറങ്ങിയ അവർ വീടിന്റെ അവസ്ഥ കണ്ട് ഞെട്ടിയിരുന്നു. ക്രൂരമായ ഫൈറ്റിന്റെ ബാക്കി പത്രങ്ങളായ കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. വൈകാതെ കുടുംബത്തെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുവാൻ ഹച്ച് ആദ്യമേ തീരുമാനിച്ചു. തന്റെ ഭാര്യയോട് എത്രയും വേഗം താൻ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്നും മക്കളെ സുരക്ഷിതമായി നോക്കിക്കോളണേ എന്നും ഹച്ച് പറയുന്നുണ്ട്. പിന്നാലെ ഹച്ച് കുറച്ചു കാര്യങ്ങൾക്ക് തയ്യാറെടുത്തു. തന്നെ പിന്തുടർന്നു വരാതിരിക്കാൻ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ഹച്ച് ആദ്യമേ തീരുമാനിച്ചിരുന്നു. താൻ ഒളിപ്പിച്ച വസ്തുക്കളും തന്റെ സമ്പാദ്യമായ ഗോൾഡ് കളക്ഷനും ഹച്ച് ഒരു ബാഗിലാക്കി. പിന്നെ വൈകിയില്ല. ഒരു അപകടത്തിൽ എന്ന പോലെ പൂർണ്ണമായ തെളിവ് നശിപ്പിക്കലിന് തങ്ങൾ
തങ്ങൾ താമസിച്ചിരുന്ന അതേ വീട് പൂർണ്ണമായി അഗ്നിക്കിരയാക്കി ഹച്ച് അവിടെ നിന്ന് പുറത്തു പോരുകയാണ്. ഇതേസമയം യൂലിയനാകട്ടെ തന്റെ പ്രതികാരം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ഹച്ചിന്റെ അച്ഛനെ ഡേവിഡിനെ വകവരുത്തലായിരുന്നു യൂലിയന്റെ ലക്ഷ്യം. അതിനായി രണ്ടുപേരെ യൂലിയൻ പറഞ്ഞയച്ചു. പക്ഷേ അവരറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ഹച്ചിന്റെ അച്ഛൻ ഒരു മുൻകാല ഏജന്റ് ആയിരുന്നുവെന്ന്. തന്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് വൃദ്ധനായിരുന്നെങ്കിലും അച്ഛൻ യൂലിയന്റെ ആളുകളെ എതിരിട്ടു. അവരെ വകവരുത്തി. ഹച്ച് മറുവശത്ത് നേരെ പോയത് അമ്മായപ്പൻ എഡ്ഡിയുടെ അടുത്തേക്കായിരുന്നു. തന്റെ സ്വർണശേഖരം എഡ്ഡിക്ക് മുമ്പിലേക്കിട്ട് എഡ്ഡിയുടെ ഫാക്ടറി വാങ്ങാനുള്ള താല്പര്യം ഹച്ച് പ്രകടിപ്പിച്ചു. ഹച്ചിന്റെ ഉദ്ദേശങ്ങളെ തെറ്റിദ്ധരിച്ച് എഡ്ഡിയുടെ മകൻ ചാർലി ആദ്യം ഹച്ചിനെതിരെ സംസാരിച്ചെങ്കിലും ചാർലിയുടെ നീക്കത്തെ ഒറ്റയടിക്ക് തടയുവാൻ ഹച്ചിന് സാധിച്ചു. താനങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരനല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു ഹച്ച് ചെയ്തത്. ഇതേസമയം മറുവശത്ത് താൻ അയച്ച സംഘത്തെ മുഴുവൻ ഹച്ച് വകവരുത്തിയ കാര്യം യൂലിയൻ മനസ്സിലാക്കിയിരുന്നു. യൂലിയൻ ദേഷ്യം കൊണ്ട് വിറച്ചു. തന്റെ ആളുകളോട് ഹച്ചിനെ കണ്ടെത്തി വകവരുത്താൻ യൂലിയൻ ഉത്തരവിട്ടു. മറുവശത്ത് ഹച്ചാകട്ടെ യൂലിയന്റെ കയ്യിൽ വന്നു ചേരുന്ന എല്ലാ മാഫിയ സംഘങ്ങളുടെയും പണം എവിടാണ് സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഹച്ച് അവിടുത്തെ ഗാർഡുകളെ ആദ്യമേ വകവരുത്തി. പൂർണ്ണമായും അകത്തു കടന്നെത്തിയതും അവിടെ സൂക്ഷിക്കപ്പെട്ട പണം മുഴുവനും ഹച്ച് തീവച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതുമാത്രമല്ല യൂലിയന്റെ സമ്പാദ്യമായ ആർട്ട് കളക്ഷൻ പോലും ഹച്ച് തീവച്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. പിന്നാലെ ചില തീരുമാനങ്ങളോടെ ഹച്ച് നേരെ യൂലിയന്റെ ക്ലബിലേക്ക് കടന്നു ചെന്നു. യൂലിയനെ മുഖാമുഖം കണ്ടു. പക്ഷേ ഹച്ചിന്റെ ധൈര്യം എന്തെന്നല്ലേ, ഉഗ്ര സ്ഫോടനശേഷിയുള്ള ഒരു സ്ഫോടക വസ്തു ഹച്ച് കയ്യിൽ കരുതിയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ അത് പൊട്ടിച്ച് ഏവരെയും വകവരുത്താനായിരുന്നു ഹച്ചിന്റെ പദ്ധതി. അതോടെ യൂലിയനടക്കം ഭയക്കുന്നുണ്ട്. ഹച്ചിന് നേരെ പൊങ്ങിയിരുന്ന തോക്കുകൾ താഴ്ന്നു. യൂലിയനും ഹച്ചും മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. യൂലിയനുമായി പോരാട്ടം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയായിരുന്നു ഹച്ച് സംസാരിച്ചത്. യൂലിയൻ ചെയ്ത പ്രവൃത്തിക്ക് വേണ്ട തിരിച്ചടി താൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇതോടെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. എന്നെയും എന്റെ ഫാമിലിയെയും വെറുതെ വിടണം. യൂലിയനെയും താൻ വെറുതെ വിടും. ഈ ആവശ്യമില്ലാത്ത മാഫിയ സംഭവങ്ങളൊക്കെ ഉപേക്ഷിച്ച് നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കാനും ഹച്ച് യൂലിയനോട് പറയുന്നുമുണ്ട്. യൂലിയനെ ചിന്തിക്കാൻ വിട്ട് ഹച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹച്ചിനെ തൊടാൻ വരെ അവിടെയുള്ളവരൊക്കെ ഭയന്നിരുന്നു. പിന്നാലെ ഒരു മറുപടിക്കായി ഹച്ച് പുറത്തിറങ്ങി തന്റെ കാറിൽ കയറി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ യൂലിയൻ ഹച്ചിനെ അങ്ങനെ ക്ഷമിച്ചുവിടാൻ ഒരുക്കമായിരുന്നില്ല. ഹച്ചിന്റെ കാർ ആക്രമിക്കപ്പെടുകയാണ്. ഹച്ച് തന്റെ സാമ്രാജ്യത്തിനും സഹോദരനും എതിരെ ചെയ്തത് യൂലിയൻ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നതേയായിരുന്നില്ല. പിന്നെ അവിടെ നടന്നത് യൂലിയന്റെ ആളുകൾ ഹച്ചിന് പിന്നാലെ ചേസ് ചെയ്യുന്നതായിരുന്നു. കാറുമായി ഹച്ച് മുന്നോട്ട് കുതിച്ചു. യൂലിയന്റെ ആളുകൾ ഹച്ചിനെ പിന്തുടർന്ന് പാഞ്ഞു വരാൻ ആരംഭിച്ചു. യൂലിയന്റെ ആളുകളെ കാറിനു പിന്നാലെ ചേസ് ചെയ്യിപ്പിച്ച് ഹച്ച് കൊണ്ടെത്തിച്ചത് തന്റെ അമ്മായപ്പൻ എട്ടിയിൽ നിന്ന് സ്വന്തമാക്കിയ മെറ്റൽ ഫാക്ടറിയിലേക്കായിരുന്നു. ആ ഫാക്ടറിക്കകത്ത് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ അവൻ കുറെ ട്രാപ്പുകളടക്കം സെറ്റ് ചെയ്തു വെച്ചിരുന്നു. പിന്നാലെ അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഹച്ചിനെ സഹായിക്കാൻ ഹച്ചിന്റെ അച്ഛൻ ഡേവിഡും സഹോദരൻ ഹാരിയും കൂടി വന്നു ചേർന്നു. മുൻകാല ഏജന്റായ ഡേവിഡും സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്ന ഹാരിയും കൂടി ചേർന്നതോടെ യൂലിയാന്റെ ആളുകൾക്കെതിരെയുള്ള പോരാട്ടം കനക്കുകയാണ്. ഓരോരുത്തരെയായി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത അവർ ഒടുവിൽ അങ്ങോട്ടേക്ക് വന്നെത്തിയ യൂലിയാനെയും കൊന്നുതള്ളി. ഏവരും കൊല്ലപ്പെട്ടു എന്നുറപ്പായ ശേഷം ഡേവിഡിനെയും ഹാരിയെയും സുരക്ഷിതമായിടത്തേക്ക് ഹച്ച് പറഞ്ഞുവിട്ടു. പിന്നാലെയായിരുന്നു പോലീസിന് ഹച്ച് കീഴടങ്ങുന്നത്. ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. കഥയുടെ തുടക്കത്തിൽ അവിടെ നിന്ന് പിടിക്കപ്പെട്ട ഹച്ചിനെ FBI ഏജന്റുകൾ ചോദ്യം ചെയ്യുകയായിരുന്നല്ലോ. ഹച്ചിന്റെ ഐഡന്റിറ്റിയെ പറ്റി അവർ ഹച്ചിനോട് ചോദിച്ചു. താൻ നോബഡിയാണ് എന്നായിരുന്നു ഹച്ചിന്റെ മറുപടി. പിന്നാലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊന്ന് സംഭവിച്ചു. മുകളിൽ നിന്ന് ഹച്ചിനെ പുറത്തുവിടാൻ വെറുതെ വിടാൻ പറഞ്ഞ ഓർഡർ എത്തി. ഹച്ചിനെ പറ്റി പറഞ്ഞത് കേട്ടതും FBI ഏജന്റുമാരടക്കം ഞെട്ടുന്നുണ്ട്. ഹച്ചിനെ അതിശയത്തോടെ ആ FBI ഉദ്യോഗസ്ഥർ നോക്കി. ഹച്ചിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്നതും അവിടെ വെച്ചിട്ടായിരുന്നു. ഹച്ച് യാഥാർത്ഥ്യത്തിൽ ഗവൺമെന്റ് ഓർഗനൈസേഷനു വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരു അസാസിനായിരുന്നു. ഒരിക്കൽ ഹച്ചിനൊരു ടാർഗറ്റിന് കിട്ടി. അത്രമേൽ ക്രൂരനായൊരു മനുഷ്യൻ. അന്ന് അയാൾ ഹച്ചിനോട് അത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഹച്ച് അയാളെ വെറുതെ വിട്ടു. പിന്നീട് അയാൾ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത് ഹച്ച് നോക്കിക്കണ്ടിരുന്നു. തന്റെ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തനായി അയാൾ ഒരു പുതിയ ജീവിതം തന്നെ നയിക്കുകയായിരുന്നു. അത് കണ്ടതും ഒക്കെ വിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് ഹച്ചിന് തോന്നി. അങ്ങനായിരുന്നു ഹച്ച് തന്റെ ഓർഗനൈസേഷൻ ഒക്കെ വിട്ട് വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങിയത്. ഹച്ച് വൈകാതെ പോലീസിൽ നിന്ന് മോചിതനായി തന്റെ കുടുംബത്തിനടുത്തേക്ക് എത്തിച്ചേർന്ന് സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങി. മറ്റൊരിടത്ത് ഹച്ച് തന്റെ ഭാര്യയ്ക്കൊപ്പം പുതിയൊരു വീട് അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു. ആ സമയത്താണ് മിസ്റ്റീരിയസ് ആയ ഒരു ഫോൺ കോൾ ഹച്ചിനെ തേടിയെത്തുന്നത്. വീണ്ടും ഹച്ചിന്റെ പുതിയ ജോലിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് യൂലിയനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരും എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള കോളായിരുന്നു അത്. ചലച്ചിത്രത്തിന് രണ്ടാമതൊരു ഭാഗമുണ്ടാകുമെന്ന സൂചനയോടെ നോബഡി അവസാനിക്കുകയാണ്. 2025 ഓഗസ്റ്റോടെ ചിത്രത്തിന് ഒരു സീക്വൽ
സൈക്കിളുണ്ടാകും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.